മക്കളെ, അപ്പൊ നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് സുവോളജിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം ഫ്രം എ മെച്യൂർ ഫോളിക്കിൾ ഇസ് കോൾഡ് ആസ്. അതായത് മെച്യൂർ ഫോളിക്കിളിൽ നിന്ന് നമ്മുടെ ഓവം എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെടാ? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഓവുലേഷൻ. അടുത്ത്, ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ഫെർട്ടിലൈസേഷൻ ഫെലോപ്പിയൻ ട്യൂബിന്റെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ആംപ്യുലറി റീജിയനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ? ഓക്കെ, ടേക്സ് പ്ലേസ് ഇൻ ദ ആംപ്യുലറി റീജിയൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. സെലക്ട് ദ ഓഡ് വൺ, ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് വോൾട്ട്, ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ്, മൾട്ടിലോഡ് 375. ഓഡ് വൺ ഔട്ടാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. മൾട്ടിലോഡ് 375 എന്ന് പറയുന്നത് എന്താ? ഇതൊരു IUD ആണ്. ബാക്കിയെല്ലാം വോൾട്ട്, ഡയഫ്രം, സെർവിക്കൽ ക്യാപ്പ് ഒക്കെ നമ്മൾ ബാരിയർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ ജീൻ ടു ഹാവ് മെനി എഫക്ട്സ് ഇസ് കോൾഡ് ആസ്. അതായത് ഒരു ജീനാണ്, പക്ഷേ ഈ ജീനിന് എന്താണ്? മൾട്ടിപ്പിൾ എഫക്ട്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് പ്ലിയോട്രോപ്പി. എന്താണെടാ? പ്ലിയോട്രോപ്പി ആണ് അല്ലെ. അടുത്തത്, ദ ബാക്ക്ക്രോസ് ഓഫ് F1 ഹൈബ്രിഡ് വിത്ത് റെസസീവ് പാരന്റ് ഇസ് കോൾഡ് ആസ്. അതായത് F1 into റെസസീവ് പാരന്റ്, ഇത്തരത്തിലുള്ള ക്രോസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ടെസ്റ്റ് ക്രോസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ടെസ്റ്റ് ക്രോസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ.